ഞങ്ങൾ പത്രം കൊടുത്തിട്ട് അവരോട് ചോദിക്കും, നിങ്ങൾ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവർ പറയും, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ അത്ഭുതങ്ങൾ വായിക്കണം, ഈ ആഴ്ച നടന്ന കാര്യമാണ്, നിങ്ങൾ കൃപാസനത്തിൽ പോയിട്ടുണ്ടോ? അവർ പറഞ്ഞു, പോയിട്ടില്ല. പോകേണ്ട സ്ഥലമാണ്, അമ്മ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടേ. ഇങ്ങനെയൊക്കെ മിനി ആൾക്കാരോട് പറയും. അതാണ് പ്രേക്ഷിത പ്രവർത്തനം, ദൈവസേവകം എന്ന് പറയുന്നത്. അല്ലാതെ പത്രം കൊണ്ട് പരിചയം പോകുകയില്ല. ആരുടെങ്കിലും മോന്തക്കെട്ട് ചാണ്ടിയിട്ട് അടുത്ത ഇനി 4 കൂടി ഉണ്ടെന്ന് പറഞ്ഞ് നടക്കണേ. ഇങ്ങനെയുള്ള ആൾക്കാരെ ഉടമ്പടി എടുത്തിരിക്കുന്നത് വെളുക്കാൻ ചെക്കണ പാണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം എന്നിട്ട് ഈ ഇപ്പം മിനി അലിഷയുമാണല്ലോ, 2 പേരാണല്ലോ ഇവിടെ മോഡലായിട്ട് എടുത്തിരിക്കണത്. ഈ മിനി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഞങ്ങളുടെ അനുഭവങ്ങൾ കർത്താവിനെ അറിയാത്തതോട് പറയും, ഞങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പറയും. എന്നിട്ട് കർത്താവിനെ കുറിച്ച് അവരോട് സംസാരിക്കും. തിരിച്ചു പോരുമ്പോൾ എന്തെന്നില്ലാത്ത ആന്തരിക ആഹ്ലാദമാണ് മനസ്സിൽ. അതാണ് കണ്ടൻ്റ് എന്ന് പറയുന്നത്.